ഇന്ന് ISRO ഒരുപാട് പ്രൈവറ്റൈസേഷൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് സ്പേസ് സെക്ടറിൽ റീഫോംസ് കൊണ്ടുവരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഹിസ്റ്റോറിക്കലി സ്പേസ് സെക്ടർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ മാത്രം മോണോപ്പൊളി ആയിരുന്നു. പക്ഷേ 2020 ഗവൺമെൻറ് മേജറായിട്ടുള്ള ഒരു റീഫോം നടത്തി അതിൽ സെക്ടറിനെ നോൺ ഗവൺമെൻറ് എൻറ്റിറ്റീസിനും കൂടിയിട്ട് കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പ്രൈവറ്റ് കമ്പനീസും സ്റ്റാർട്ടപ്സും നമ്മുടെ സ്പേസിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ഒരു ഡീപ്പായിട്ടുള്ള സ്പേസ് എക്സ്പ്ലോറേഷനും റിസർച്ച് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസിലും അതുപോലെ തന്നെ റോക്കറ്റ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഈ പറയുന്ന റോക്കറ്റ്സ് ഉണ്ടാക്കുക, സാറ്റലൈറ്റ്സ് ഉണ്ടാക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് നൗ നമ്മൾ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പും കൂടി ISRO ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു റീഫോംസിന് പൊതുവെ പറയുന്ന പേരെന്താണെന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്പേസ് പോളിസി എന്നാണ് പറയുന്നത്. 2023 നമ്മൾ NEP പഠിച്ച പോലെ NEP അല്ലേ, അതുപോലെ തന്നെ ഇത് ഓപ്പണിംഗ് ആണ്, പ്രൈവറ്റൈസേഷൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഓൾറൈറ്റ്. സോ അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ഓതറൈസേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സാധനം 2020 ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള റെഗുലേറ്ററി ഏജൻസി ഉണ്ടാക്കിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ആക്ച്വലി എ ലിങ്ക് ബിറ്റ്വീൻ ഇസ്രോ ആൻഡ് ദ പ്രൈവറ്റ് കമ്പനീസ്. അപ്പോൾ മെയിനായിട്ട് ഓതറൈസ് ചെയ്യുക, പ്രൈവറ്റ് ലോഞ്ചസ് ഓതറൈസ് ചെയ്യുക, അതിൻ്റെ സേഫ്റ്റി കൺസേൺസ് എല്ലാം നോക്കുക, പ്രൈവറ്റ് പ്ലേയേഴ്സിന് ഇസ്രോൻ്റെ ഫെസിലിറ്റീസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ലൈക്ക് പാഡ്സ് ലോഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ലാബ്സ്, ഒരു പെർട്ടിക്കുലർ ഫീസ് ഉണ്ടാവുമേ, ആ ഫീസിലായിരിക്കും അവർ ചെയ്യുക. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇസ് അവരുടെ ക്ലിയറൻസ് മെക്കാനിസം വളരെ ഈസി ആയിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് ലീഗലായിട്ടുള്ള ഒരു തരത്തിലുള്ള ഫ്രെയിം വർക്ക് ഉണ്ടാവില്ല. ഒരു സിംഗിൾ വിൻഡോ കൈൻഡ് ഓഫ് ഒരു സാധനത്തിൽ പെട്ടെന്ന് പ്രൈവറ്റ് പാർട്ടീസിന് ഇതിലുള്ള പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ഓതറൈസേഷൻ സെൻറ്റർ എന്നുള്ള ഒരു ഓട്ടോണമസ് റെഗുലേറ്ററി ഏജൻസിൻ്റെ പരിപാടി. പിന്നെ അടുത്തത് NSIL ആണ്, അതായത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. 2019 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ആം ഓഫ് ഇസ്രോ എന്ന് വേണമെങ്കിൽ പറയാം. സോ അതൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്രോനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാനായിട്ട്, അതിൻ്റെ ടെക്നോളജീസ് എല്ലാം നമ്മൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ. സോ ഓൾഡർ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ആംസിനെ പോലെയല്ല, ഇത് കുറച്ചുകൂടി നല്ല ആക്റ്റീവാണ് എന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്. ആൻഡ് ഇത് ലോഞ്ച് സർവീസസ് ഗ്ലോബൽ ക്ലയൻസിനും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ NSIL എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ഈ OneWeb 72 സാറ്റലൈറ്റ്സ് എന്ന് പറയുന്ന LVM-3 റോക്കറ്റ് വിട്ടിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റവന്യൂ, ഈവൻ ഗ്ലോബൽ ക്ലയൻസിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റവന്യൂസ്, ഫോറിൻ ആയിട്ടുള്ള വിക്ഷേപണങ്ങൾക്ക് പോലും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. റൈറ്റ്. സോ അതാണ് NSIL. ഇനി അടുത്തത് പ്രൈവറ്റ് സെക്ടർ അച്ചീവ്മെൻറ്റ്സ്. മറ്റുള്ള കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ ന്യൂ സ്പേസ് എറ എന്ന് പറയുന്ന സാധനമാണ്. ദിസ് ഇസ് ആക്ച്വലി എ ന്യൂ റീഫോം ദാറ്റ് ഇസ് ലെഡ് ബൈ ദ ഇന്ത്യൻ സ്പേസ് സ്റ്റാർട്ടപ്പ്. അതായത് ഒരു സ്റ്റാർട്ടപ്പാണ് സ്പേസ് ടെക് കമ്പനീസ്. ഈ സ്പേസ് ടെക് കമ്പനീസ് എന്ത് ചെയ്യും? ദിസ് ഇസ് ആക്ച്വലി അതിൽ ഒരുപാട് എണ്ണം വരുന്നുണ്ട്. സ്കൈ റൂട്ട് സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്, അഗ്നികുൽ കോസ്മോസ് ഉണ്ട്. സോ വേറെ നോട്ടബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ദിസ് ഇസ് ആക്ച്വലി ബേസ്ഡ് ഇൻ ഹൈദരാബാദ്. ഫസ്റ്റ് തിങ് സ്കൈ റൂട്ട് സ്പേസ് ക്രാഫ്റ്റ് ദാറ്റ്സ് ആക്ച്വലി ലൊക്കേറ്റഡ് ഇൻ ഹൈദരാബാദ്. അത് ആദ്യത്തെ പ്രൈവറ്റ് ഇന്ത്യൻ കമ്പനിയാണ്. ഒരു റോക്കറ്റിനെ സ്പേസിലേക്ക് വിടുന്ന ആദ്യത്തെ പ്രൈവറ്റ് കമ്പനിയാണ്. ആരെയാണ് വിട്ടത്? 2022 മിഷൻ പ്രാരംഭ് എന്ന് പറയുന്നതിൽ വിക്രം S എന്ന് പറയുന്ന റോക്കറ്റിനെയാണ് വിക്ഷേപിച്ചത്. അഗ്നികുൽ കോസ്മോസ് എന്ന് പറയുന്നത് ഒരു ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പാണ്. ദാറ്റ് വാസ് ആക്ച്വലി ഇൻക്യുബേറ്റഡ് അറ്റ് IIT മദ്രാസ് ആൻഡ് ദേ ഡെവലപ്ഡ് അഗ്നിബാൻ എന്ന് പറയുന്ന ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു റോക്കറ്റിനെ അവർ വിക്ഷേപിച്ചു. ഓക്കെ. അതിലൊരു സംഭവം എന്ന് പറയുന്നത് ഈ 3D പ്രിൻറ്റഡ് സെമി ക്രയോജനിക് ആയിട്ടുള്ള ഒരു എഞ്ചിനായിരുന്നു അതിന് മെയിൻ. അപ്പം അതേപോലെ തന്നെ അവർ വേറൊരു സാധനം സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തു. ദാറ്റ് ഈസ് ദ സബ് ഓർബിറ്റൽ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ. ദാറ്റ് വാസ് ഇൻ 2024. പിന്നെ വേറെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്, ലൈക്ക് പിക്സൽ, ബലാസ്ട്രിക്സ് എയ്റോസ്പേസ്, ഡ്രുവ സ്പേസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഓൾറൈറ്റ്. ഇതൊക്കെയാണ് പ്രൈവറ്റ് എൻട്രി ഇൻ ടു ദ ISRO.